അസ്സലാമു അലൈക്കും. അല്ല, ഇത് അത്ര തന്നെ അതിലുള്ളൂ. മാത്രമല്ല ഈ മറ്റേ ഈ ഈ ഫസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്ന ആ പർച്ചേസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് തൃപ്തിയുള്ള ചെയ്താൽ മതിയല്ലോ. നമ്മളാരും നിർബന്ധിക്കുന്ന കേസല്ല. ഒന്ന്. രണ്ടാമത്തേത്, അത് ഒരു അഡ്മിഷൻ ഫീ പോലെ മാത്രം അതിന് പരിഗണിച്ചാൽ അവരൊരു ഗിഫ്റ്റും തരുന്നു, അത്രേ ഉള്ളൂ അതിൽ. അതേസമയം മറ്റേതിൽ യാതൊരു തരത്തിലുള്ള പറ്റിക്കലുമില്ലല്ലോ. പിന്നെ ഈ കാശ് ഇപ്പം നമ്മൾ കച്ചവടത്തിൽ ഈ പിന്നെ മുഷ്തരി ബായിന് കാശ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബായിൻ്റെ അല്ല കാശ്. അതിന് ആ കാശ് എടുത്ത് മറ്റൊരാൾക്ക് അയാളുടെ കമ്പനിക്കോ അല്ലെങ്കിൽ കച്ചവടത്തിനോ ലാഭകരമായി നിൽക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്നു എന്നുള്ളതിൽ ഈ വാങ്ങിയ ആൾക്ക് എന്ത് ബന്ധമുള്ളത്? അയാൾ ആ കച്ചവടം കഴിഞ്ഞ് പോയില്ലേ? പിന്നെ ബാക്കി വരുന്നത് അവിടെ പിന്നെ അത് ശരീഅത്തുമായി ബന്ധിക്കേണ്ട ഒരു ആവശ്യവും അതിലില്ല. വെറുതെ കുറേ ഉണ്ടാക്കി കൊണ്ടുവരാന്നല്ലാതെ ഈ ഹൈറിച്ചിൽ എനിക്കൊന്നും തോന്നല്ല. അത് എല്ലാവരൊക്കെ പിന്നെയും ഒരു തുഹമത്തും പേടിയുണ്ട് അതിനകത്ത്. അങ്ങനെ എന്തൊക്കെയാണ് അതിനകത്ത് നടക്കണമെന്നുള്ളതിനെ കുറിച്ച് ഇത് വളരെ എന്താ പറയുക, വളരെ തെളിഞ്ഞ ഒരു സംഭവമായിട്ട് നമുക്ക് മനസ്സിലാവണം. പിന്നെ ഇങ്ങനെ പറയാൻ നോക്കിയാൽ ലോകത്ത് ഒരു കച്ചവടവും നടക്കില്ല. കാരണം ഒന്നാമത്തത്, ഇന്ന് നമ്മളീ പറയുന്ന ഇതിൻ്റെ എല്ലാ ഷർട്ടൊപ്പിച്ചൊന്നും ഒരു കച്ചവടവും നടക്കണില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കണ ഇപ്പോൾ യൂസഫലിയുടെ ഉൾപ്പെടെയുള്ള കച്ചവടത്തിൻ്റെ കഥ ആലോചിച്ചാൽ മതി. ഇത് ഞാൻ പറഞ്ഞ അതുകൊണ്ട് ശരീഅത്തിൻ്റെ നിയമങ്ങൾ മോശമാക്കി പറയല്ല. പക്ഷേ ഈ മൂലാമാരിങ്ങനെ ഈ മുസ്ലിയാക്കന്മാർ ഇറങ്ങുമ്പോഴേക്കുമാണ് അതിൻ്റെ വലിയ ശരീഅത്തായിട്ട് ഇങ്ങനെ മസല ഒപ്പിച്ച് വരാൻ നോക്കണത്. ഇതിൽ ഒരു പ്രശ്നവും സാമാന്യം നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ഇത്. പിന്നെ നിങ്ങളീ പറഞ്ഞ കാര്യവും, അതായത് ഈ പിന്നെ വാഗ്ദത്തം ചെയ്തു എന്ന് പറഞ്ഞാൽ എവിടെയാ? അതുമില്ലല്ലോ. എന്താ വാഗ്ദത്തം ചെയ്യണേ? ഒരു കസ്റ്റമർ പിന്നെ നമ്മുടെ കടയിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് റിഡക്ഷൻ കിട്ടും എന്ന് പറയുന്ന ഒരു സംവിധാനമല്ലേ ഉള്ളൂ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും കൊടുക്കുന്നു പറയല്ലോ. അതായത് ഇതിപ്പോൾ MRP റേറ്റിൻ്റെ താഴെയാണ് ഇതെന്ന് പറഞ്ഞു ആ കമ്പനി പരസ്യം ചെയ്തു. അങ്ങനെ എത്രയോ കമ്പനികൾ അങ്ങനെ പരസ്യം ചെയ്യുന്നുണ്ട്. ആ കമ്പനി പരസ്യം ചെയ്യുമ്പോഴല്ലേ ആളുകൾ പോയി അത് വാങ്ങുക. അതല്ലേ അവിടെ നടക്കുള്ളൂ. പിന്നെ അതിന് പുറത്ത് വരുന്നത് അയാളും ഈ മുഷ്തരിയുമായും തമ്മിലുള്ള കച്ചവടത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന മൂന്നാമത്തെ മറ്റൊരാൾ മാത്രമാണ് ഇയാൾ. ഈ കമ്മീഷൻ വാങ്ങുമെന്ന് പറഞ്ഞ ആൾ. കമ്മീഷൻ വാങ്ങുമെന്ന് പറഞ്ഞ ആൾക്ക് ഒറ്റ പണിയുള്ളൂ, ഈ പറയുന്ന കച്ചവടക്കാരനായ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമറെ എത്തിച്ചു കൊടുക്കുന്നു എന്നത് മാത്രം. അതിൻ്റെ പേരിൽ കമ്പനി അയാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നു. കമ്പനി അയാൾക്ക് കൊടുക്കുന്നതിൽ എന്താ കുഴപ്പം വരണേ? അതിനെയാണ് അപ്പോൾ ഈ പറഞ്ഞതിന് ചുരുക്കം തന്നെയാണല്ലോ നിങ്ങൾ. അല്ല, അത് മനസ്സിലായി. പക്ഷേ ഒരു കച്ചവടമല്ല, കമ്പനി പറഞ്ഞ കച്ചവടം എന്നല്ലല്ലോ. ഒരു പ്രിവിലേജ് കൊടുക്കാന്ന് പറഞ്ഞാൽ മുൻഗണന കൊടുക്കാൻ. അതിനൊരാളെ പ്രാപ്താക്കാൻ അയാൾ 800 രൂപ കൊടുക്കുന്നു. അതിന് കമ്പനി ഒരു ഗിഫ്റ്റ് കൊടുക്കാന്നല്ല പറഞ്ഞത്. അല്ലാതെ കമ്പനി ആ വിലക്കുള്ള സാധനം തരാമെന്ന് പറയുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിലല്ലേ അവിടെ കച്ചവടം എന്ന് പറയാൻ പറ്റുള്ളൂ. ഗിഫ്റ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രിവിലേജ് കസ്റ്റമറായിട്ട് നിങ്ങളെ പരിഗണിക്കും എന്നേ മാത്രമേ ഉള്ളൂ. 800 രൂപ കൊടുത്താൽ അത് വേറൊരു വസ്തു അതിൽ വാങ്ങണം. പിന്നെ ആ വസ്തു ഒരു ഗിഫ്റ്റാണ്. അപ്പം അത് മൂല്യത്തിനനുസരിച്ചുള്ള ഒന്നായി മാറണമില്ല. അപ്പോൾ അവിടെ കച്ചവടം ശരിക്കും പറഞ്ഞാൽ മുഹാത്താത്തും ഇല്ല.